ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്തു പറയപ്പെട്ട പേരുകൾ. ഓപ്ഷൻ സി മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്ന് സ്വീകരിച്ചതാണ്? ഓപ്ഷൻ ഡി അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമനുസരിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഓപ്ഷൻ ബി മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? ഓപ്ഷൻ സി പാർലമെന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം മന്നത്ത് പത്മനാഭനൊക്കെ കൂടി നടത്തിയതാണ്. വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. വി വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, ജഗദീപ് ധൻകർ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക, മാൻഡാമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പ്രൊഹിബിഷൻ, നിരോധനം, ക്വോറന്റോ, എന്ത് അധികാരത്താൽ? ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 രാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നാൻ ഘനകരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏത്? ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ.